നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഈ ലോകത്ത് പ്രേതം, പിശാജ്, യമൻ, ദൈവം ഉണ്ടോ? ഉണ്ട്. രണ്ടാം ജന്മം ഉണ്ടോ? ഉണ്ട്. 100% എൻ്റെ അനുഭവമാണ്. എൻ്റെ അമ്മയാണ് സത്യം, കള്ളമല്ല, കഥയല്ല. ശ്രദ്ധിച്ച് നിങ്ങൾ ഞാൻ പറയുന്നത് വിഷ്വലി കാണുക. ഒരു സിനിമ എടുക്കാനുള്ള ഒരു കഥ തന്നെ ഉണ്ട്. അതായത് ഇപ്പം സംഭവിച്ചൊന്നുമില്ല, ഒരു 30 വർഷം 35 വർഷമായി എൻ്റെ അനുഭവമാണ്. അതായത് എനിക്കൊരു 6-7 വയസ്സുണ്ടാവും. അപ്പോൾ എൻ്റെ കുടുംബം വന്നിട്ട് ട്രിവാൻഡ്രം കാഞ്ഞിരംപാറ എന്നൊരു സ്ഥലത്താണ് എൻ്റെ ഒരു കുടുംബ വീട്, മുട്ടട എന്ന് പറയും. അപ്പോൾ അവിടെ അന്ന് എനിക്കൊരു 7 വയസ്സ്. അന്ന് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ലൈൻ കമ്പിയിൽ ഒരു പട്ടം ഇരിക്കുന്നു. അങ്ങനെ ആ ലൈൻ കമ്പിയിൽ നിന്ന് ഒന്ന് ഷോക്കടിക്കാതെ ആ ലൈൻ കമ്പിയിൽ ഞാൻ പട്ടം എടുത്തിട്ട് ഞാൻ പട്ടം പറത്തേണം. അപ്പോൾ ഈ പട്ടം പറത്തി വർഷങ്ങളായിട്ട് അവിടെ മൂടി ഈ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു പൊട്ട കിണറുണ്ടായിരുന്നു. ഇപ്പോഴാ കിണറുണ്ട്. കാഞ്ഞിരംപാറ ആ മുട്ടട ലൈനുള്ളവർക്കാണെങ്കിൽ ഈ കഥ മനസ്സിലാവും. കഥയല്ല, നടന്ന സംഭവമാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ശക്തികളും ഈ ലോകത്തുണ്ട്. ഞാൻ രണ്ടാം ജന്മമാണ്. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ പട്ടം പറത്തിയിരുന്നു. ഇങ്ങനെ പട്ടം പറത്തി മുകളിൽ നോക്കി പോയുമ്പം ആ കിണറിൻ്റെ കൈവരി ഇടിഞ്ഞിടക്കായിരുന്നു. ഞാൻ എൻ്റെ അകത്തൂടെ കിണറ്റിപ്പോയി, പൊട്ട കിണറ്റിൽ. ഞാൻ ഇങ്ങനെ താഴെ പോയിട്ട് ആ വേസ്റ്റിൽ കിടന്നു. ഇത് ഫുള്ള് വേസ്റ്റാണ്. വർഷങ്ങളായിട്ട് അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. അങ്ങനെ ആ വേസ്റ്റിൽ കിടന്നിട്ട് പെട്ടെന്ന് കുത്തന ഒറ്റ പോക്ക്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ കണ്ണ് തുറന്നു, എനിക്ക് ശ്വസിക്കാൻ പറ്റി. അങ്ങ് അടിത്തട്ടി പോയിട്ട്, നല്ല വെള്ളമുണ്ടേ, അടിത്തട്ടി പോയിട്ട് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ കിടന്ന് നെട്ടും. ഇത്രയും വർഷമായിട്ട് 35 വർഷത്തിന് മേളിലായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പൊങ്ങി, ആരോ എന്നെ ഇരുത്തും പോലെ ആ കിണറിൽ ഞാൻ ഇരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആ കിണറ്റിൽ ഇല്ല, പക്ഷേ ഞാൻ ശ്വസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മാമിയുടെ മോളുണ്ട്. ആ സമയത്ത് മാമി അന്ന് ഓലയിട്ട വീടാണ്, പണ്ടത്തെ വീടാണ്. മുറ്റത്തെന്തോ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാമിയുടെ ഇളയ മോള് കണ്ടു. അങ്ങനെ കണ്ണം വീണ, എൻ്റെ വീട്ടിൽ പേര് കണ്ണം വീണ എന്ന് പറഞ്ഞു. അപ്പം അച്ചമ്മ വിചാരിച്ചെന്താണ് കന്ന് വീണെന്ന്. അച്ചമ്മയ്ക്കൊരു പശുവും കന്ന് കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചമ്മ ഓടി വന്ന് നോക്കിയപ്പം ഞാൻ അങ്ങനെ കൂട്ടക്കരച്ചിലായി, വിളിയായി. അങ്ങനെ ഒരു മരണ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർ അവിടെ കൂടി. മനസ്സിലായോ? അങ്ങനെ അവിടുത്തെ ചേട്ടന്മാർ എല്ലാവരും കൂടെ, അല്ല, എൻ്റെ വല്യച്ഛൻ ഉണ്ടായിരുന്നു. വല്യച്ഛൻ അന്ന് ട്രാൻസ്പോർട്ടിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങിയായിരുന്നു. പുള്ളിക്കാർ ഓടി വന്നു, കിണറ്റിലിറങ്ങി. പകുതി എത്തിയതും ഓക്സിജൻ കിട്ടുന്നില്ല. പുള്ളി വീണ്ടും ഇറങ്ങി എന്നെ പിടിച്ച് തോളിക്കയറ്റിയിട്ട് പകുതി എത്തിയതും പുള്ളിക്ക് കയറാൻ വയ്യ, വീഴും. ഞാനും പുള്ളിക്കാരൻ കൊണ്ട് വീണ്ടും കിണറ്റി വീഴും. അങ്ങനെ അവിടുത്തെ ചേട്ടന്മാരെല്ലാം കൂടെ കയറ് കെട്ടി ഇറങ്ങി. അവർക്കും കയറാൻ വയ്യ. ആ ഫയർഫോഴ്സിനെ ഒന്നും വിളിച്ചിട്ടില്ല. ജനങ്ങളിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കിണറ്റി വീണില്ലേ. അങ്ങനെ ഈ ചേട്ടന്മാരെ കയറാൻ വേണ്ടി വേറെ ചേട്ടന്മാർ ഇറങ്ങി. അങ്ങനെ ഒരുവിധം എന്നെ കരയെത്തിച്ചതും ഞാനൊരു ഇങ്ങനെ കുടഞ്ഞിട്ട് ഞാൻ ഓടി വീടിൻ്റെ അകത്ത് പോയി. അപ്പോൾ അച്ഛമ്മ പശുവിനെ കറന്നിട്ട് ഒരു കുടം പാൽ വെച്ചേക്കായിരുന്നു. അത് വല്യച്ഛന് കൊടുത്തു. ആ പാൽ ഫുള്ളും വല്യച്ഛൻ കുടിച്ചു. അങ്ങനെ പോയി. അത്രയും ആൾക്കാർക്ക് അതിശയം എന്ന് വെച്ചാൽ ഓക്സിജൻ അകത്തില്ല. ഞാൻ പിന്നെ അത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളൊക്കെ കൂടി. ഈ സമയത്ത് അച്ഛനും അമ്മയും തമിഴ്നാട്ടിൽ ഒരു സഞ്ചാരത്തിന് പോയിരിക്കുന്നു. അങ്ങനെ ഞാൻ കുറേ സമയം ഇരുന്ന ആൾക്കാർ, ഈ മരിച്ചിടക്കുന്ന ആൾക്കാരെ കാണൂലേ, അതേപോലെ വന്നു എന്നെ കാണുന്നു. എനിക്കൊരു കൂസലില്ല, അന്ന് കൊച്ചല്ലേ. എങ്കിൽ പോലും പലരും ദുഃഖത്തോടെ വന്ന് നോക്കി പോകുന്നു. അങ്ങനെ ഞാൻ വല്യച്ഛൻ്റെ വീട്ടിൽ പോയി ഇടിയിലേക്ക് കഴിച്ചു, തിരിച്ചു വന്നു. അപ്പം മാമി അപ്പം പൊങ്കാല തിളക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആവുന്നു. അച്ഛൻ റോഡിൽ വെച്ച് അറിയുന്നു ഞാൻ കിണറ്റി വീണെന്നു. അപ്പോൾ അച്ഛൻ തൂങ്ങിച്ചാവാൻ വേണ്ടി, ഞാൻ കിണറ്റി വീണില്ലേ. അപ്പോൾ വേറെ ഒന്നും അറിയില്ല. കയറ് മാച്ചുകൊണ്ട് വന്ന സമയത്ത് ഞാൻ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഇവരിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്ന് വെച്ചു. അപ്പോൾ ആരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവൻ നിൽക്കുകയല്ലേ. അങ്ങനെ അച്ഛൻ ചൂടായി. അങ്ങനെ എന്നെ കാഞ്ഞിരംപാറ ഗീര ഹോസ്പിറ്റലുണ്ട്, ശശികുമാറിൻ്റെ. അന്ന് ശശികുമാറിൻ്റെ ഡോക്ടറുണ്ട്, ആൾ മരിച്ചുപോയി. അങ്ങനെ ശശികുമാർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് പുള്ളി എന്നെ പരിശോധിച്ചു. എന്നിട്ട് അച്ഛൻ നോക്കി പറയാണ്, നിങ്ങൾ ആളെ കളിയാക്കാനാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത്.
അല്ല സാറാ, സീരിയസ് ആയിട്ട് അത് പുള്ളിക്കാരൻ കിണറ്റി വീണു. ഈ പുള്ളിക്കാരൻ കിണറ്റി വീണിട്ടുണ്ടെങ്കിൽ ഒന്നീ ആളെ ദേഹത്ത് പോറലോ കാര്യങ്ങളോ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കണം. ഇതൊന്നുമില്ലാതെ നിങ്ങൾ ആളെ കളിയാക്കാൻ വേണ്ടി എന്തിനാണ് ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ അച്ഛനത് വിശ്വാസമായില്ല. അങ്ങനെ അവിടുന്ന് വീട്ടിൽ പോവാണ്. കുടുംബത്തെ തൊട്ട് മുകളിലാണ് എൻ്റെ വീട്. അങ്ങനെ പോയി. അന്ന് മുകളിൽ നമുക്ക് തമ്പുരാൻ്റെ ഒരു തെക്കത് ഉണ്ടായിരുന്നേ. അപ്പം അന്ന് മതിൽ കെട്ട ഒന്നുമില്ല, എല്ലാം ഓപ്പൺ ആയിട്ടുള്ള വീടാണ്. നമ്മളൊരു കുടുംബത്തിൻ്റെ മാത്രമുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ആ തമ്പുരാൻ രക്ഷിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത ആഴ്ച ഇതേ ടൈം ഇതേ സമയത്ത് 5 ലിറ്റർ പാല് കൊടുക്കുന്ന അച്ഛമ്മേരെ പശുവിലെ അകിടിൽ നീര് വന്ന് ആ പശു മരിച്ചു. ഓർത്ത് നോക്കിയോ, ടെസ്റ്റ് നോക്കിക്കോണേ. ആ പശു മരിച്ചിട്ട്, അതായത് അന്നിത്ര മരണപ്പെട്ട് എത്ര ആൾക്കാരുണ്ടോ അത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടി. അച്ഛന്മാരെ കരച്ചിലും ബഹളവും, ഭയങ്കര സീന്. അതായത് കാലൻ അല്ല യമൻ ഉണ്ടെങ്കിൽ ഒരു ജീവൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ ആൾ പകരത്തിന് അത് ജീവനുള്ള ആൾ പോവില്ല. അങ്ങനെ അച്ഛമ്മരെ പശു, അപ്പോൾ എനിക്ക് ടൈം ആയിട്ടില്ല, എനിക്ക് 2 പോകണം തോന്നുന്നു. അങ്ങനെ അച്ഛമ്മരെ പശുവിനെ ആ ജീവൻ കൊണ്ടുപോയി. അവിടെ ആ വിളയിൽ കുഴിയെടുത്ത് പശുവിനെ അടക്കി. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ലോകത്ത് ദൈവം എല്ലാ ശക്തികളും ഈ ലോകത്തുണ്ട്. എന്നെ രക്ഷിച്ചത് ദൈവം എന്നുള്ളൊരു ശക്തിയായിരിക്കും. ചിലപ്പോൾ എനിക്ക് ലോകത്ത് എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടാവും. ഞാൻ ഇത് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ലോകത്ത് എല്ലാ പവറും ഉണ്ട്, വിധിയുണ്ട്, ദൈവമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ശക്തികളും നമുക്കിവിടെ ഉണ്ട്. അതാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിപ്പം കാതരംപാറയുള്ള എൻ്റെ ബന്ധുക്കാരോ കൂട്ടുകാരോ കാണണമെങ്കിൽ അവർക്കറിയാൻ പറ്റും. അങ്ങനെ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എസ്സോ ഒരു തമ്പ് ഇംപ്രഷോ തരണം. ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. ഒരു സിനിമ അടക്കമുള്ള കഥ തന്നെ എൻ്റെ ലൈഫിലുണ്ട്. അതായത് അതിൻ്റെ അടുത്ത ആഴ്ച ഇത്രയും ഒരു പ്രശ്നമില്ലാത്ത പശുവിന് അകിട്ട് നീര് വന്ന് പശുവിൻ്റെ ജീവൻ പോകണമെങ്കിൽ എന്തുമാത്രം പ്രപഞ്ചത്തിൽ പവർ കാര്യങ്ങളുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഡോക്ടർ പോലും വിശ്വസിച്ചിട്ടില്ല ഞാൻ കിണറ്റി വീണമെന്ന്. അതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു, നമ്മളെ ഇന്ന് എവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ഒരു ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നടക്കുള്ളൂ. നമ്മളിപ്പോൾ എന്തൊക്കെ ചാടിയാലും എന്തൊക്കെ ചെയ്താലും അതുപോലെ സംഭവിക്കുള്ളൂ. അത് ഞാൻ 100% എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നില്ല? അതാണ് ദൈവത്തിൻ്റെ ഒരു പവർ. എല്ലാ ശക്തികളും പ്രപഞ്ച ശക്തികളും ഈ ലോകത്തുണ്ട്. അത് എൻ്റെ ഒരു അനുഭവമാണ്. അതാണ് ഞാൻ നിങ്ങളോട് തന്നെ ഷെയർ ചെയ്തത്. അത് കാതരംപാറയുള്ള ഏകദേശം എൻ്റെ ബന്ധുക്കാർക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം അറിയാം ഈ സംഭവം. ആ ചേട്ടന്മാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു തമ്പ് ഇംപ്രഷനോ എസ്സോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒരുപാട് കഥകളുണ്ട്, അത് ഞാൻ പറയാം. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.